ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും. നമുക്ക് ഒരു കാര്യത്തിൽ നമ്മൾ എഗ്രി ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഈ പ്രകൃതി ദുരന്തങ്ങള് ലോകവ്യാപകമായിട്ട് ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു കാലാവസ്ഥ വ്യതിയാനവും ക്ലൈമാറ്റിക് ചേഞ്ച് അതിന്റെ പാറ്റേൺസ് മാറുന്നുണ്ട്, മൺസൂൺ പാറ്റേൺസ് മാറുന്നുണ്ട്, കടലിന്റെ തോത് വർദ്ധിക്കുന്നുണ്ട്. തീരമേഖലയിൽ നമുക്ക് 2050 ഇന്ത്യയുടെ തീരമേഖലയിൽ ഒട്ടേറെ സിറ്റീസ്, കൊച്ചി അടക്കമുള്ള ഒട്ടേറെ സിറ്റീസ് വെള്ളത്തിനടിയിലാകാനായിട്ടുള്ള സാധ്യതകളെ പറ്റിയൊക്കെ ഇപ്പൊ മുൻപ് പ്രവചനങ്ങളുണ്ട്. ഈ പ്രവചനങ്ങൾ യഥാർത്ഥത്തിൽ അത് ബലവത്തായി കഴിഞ്ഞ ശേഷമല്ലല്ലോ നമ്മൾ അതിനെപ്പറ്റി നടപടികൾ എടുക്കുക. നമുക്ക് ഈ പ്രവചനങ്ങൾ തരുന്നത് ഒരു ദിശാസൂചികയാണ്. എന്തൊക്കെ പ്രതിരോധ നടപടികൾ നമ്മൾ എടുക്കണം ഇത്തരത്തിലുള്ള ഒരു ഇവൻച്വാലിറ്റി വന്നു കഴിഞ്ഞാൽ, ഒരു ക്ലൈമാറ്റിക് ഇവൻച്വാലിറ്റി വന്നു കഴിഞ്ഞാൽ, ഒരു കറ്റാസ്ട്രോഫി വന്നു കഴിഞ്ഞാൽ അത്തരം വരാവുന്ന സാധ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്ലാനിങ് നമ്മൾ ഇപ്പോഴേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവചനങ്ങൾ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ അത് വന്നു കഴിയുമ്പോൾ നമ്മൾ വഞ്ചി ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നില്ല. കാര്യം അങ്ങനെ നമ്മൾ ഒരു ഡിസാസ്റ്റർ വന്ന ശേഷം അല്ല അത് മാനേജ് ചെയ്യേണ്ടത്. ഡിസാസ്റ്റർ വരുന്നതിന് മുമ്പ് അതിന്റെ പ്ലാനിങ്ങോട് കൂടി നമുക്കതിനെ തടയാം. ഇപ്പോ സമുദ്രനിരപ്പിൽ താഴെയുള്ള സ്ഥലമല്ലേ ഹോളണ്ട്. ഈ ഹോളണ്ടിലെ കനാൽ സിസ്റ്റവും ഡൈക്ക് സിസ്റ്റവും ഞാൻ ഹോളണ്ടിൽ പോയി കണ്ടിട്ടുള്ളതാണ്. അവിടെ ഡൈക്ക് സിസ്റ്റം വെച്ചിട്ട് അത് വളരെ കൃത്യമായിട്ട് കടൽ നിരപ്പിന് കീഴെയുള്ള പ്രദേശങ്ങളിൽ അവർ വളരെ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പൊ അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി, സയന്റിഫിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗോട് കൂടി ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ്. അതേ മാതൃകയിൽ ഇപ്പൊ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ ആശയം നല്ലതാണ്, ആരും നല്ലതല്ലെന്ന് പറയും, പക്ഷെ അത് നടപ്പിലായിട്ടില്ല. പ്രായോഗികമായ തലത്തിൽ റൂം ഫോർ റിവർ കേരളത്തിൽ എവിടെയും നടപ്പിലാക്കിയ ഒരു ഫലപ്രദമായിട്ട് നമ്മളെ ചൂണ്ടിക്കാട്ടി കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ഇല്ല. അതാണ് യാഥാർത്ഥ്യം. അത് ഈ 2018 ശേഷം നമുക്ക് ചെയ്യേണ്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ, പോസ്റ്റ് 2018 ചെയ്യേണ്ടിയിരുന്ന ആ ലെഗസി, 2018 ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രകൃതി വരുത്തി വെച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും അതേപോലെ നിൽക്കാം. ഞാനതിൽ ആദ്യമേ സൂചിപ്പിച്ചു. ഇപ്പോ ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ കായലുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കല്, പോർട്ടിന്റെ മൗത്തിലേക്ക് വന്നിരിക്കുന്ന പുഴയുടെ അവിടെ അടിഞ്ഞുകൊടുക്കുന്ന ചെളി അടക്കം ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ കായലിന്റെയും പുഴയുടെയും അടിത്തട്ട് പൊങ്ങുമ്പോ ഇപ്പൊ ഈ വെള്ളം അധികം വരുമ്പോഴത്തേക്കും കരയിലേക്കാണ് കയറുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അപ്പൊ നമ്മൾ ഈ കരയിലുള്ള കനാൽ ക്ലീൻ ചെയ്ത പ്രശ്നം തീരുമോ? നമ്മൾ കോർപ്പറേഷനിലെ വാർഡുകളിലെ കാണുകൾ ക്ലീൻ ചെയ്തുകൊണ്ട് മാത്രമേ പ്രശ്നം തീരൂ. കാരണം അതിന്റെ പുറത്തുള്ള കായല് അതിന്റെ മണ്ണടിഞ്ഞ് വെള്ളം കരയിലോട്ട് കയറുകയാണ്. അപ്പൊ ഈ വെള്ളം ഒഴുകി പോകേണ്ട സ്ഥലത്തേക്ക് ഒഴുകി എത്തുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഇപ്പൊ കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2021 ഗവൺമെന്റ് ഓർഡർ ഇറക്കിയ ഒരു പ്രോജക്റ്റ് ആണ് KMRL കൊണ്ട് നടപ്പിലാക്കാനായിട്ടുള്ള IURWTC എന്ന് പറയുന്ന പ്രോജക്ട്. അതായത് കനാൽ റീജുവിനേഷൻ പദ്ധതിയാണ്. ഇൻലൻഡ് നാവിഗേഷൻ വകുപ്പും KMRL കൂടി ചേർന്ന് നടപ്പാക്കാനായിട്ടുള്ള പദ്ധതിയാണ്. കിഫ്ബിയുടെ ഫണ്ട് വെച്ച് 1528 കോടിയുടെ ഒരു പദ്ധതിയാണ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട കനാലുകൾ, ഇവിടെ കൊച്ചിയെ വെള്ളക്കെട്ടുള്ള പ്രദേശം എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ തോടുകളും അതുപോലെ കനാലുകളും നേരത്തെ തന്നെ ഉണ്ട്. ഈ കൊച്ചിൻ പോർട്ട് അടക്കമുള്ളത് മനുഷ്യനിർമ്മിതമായിട്ട് പോർട്ട് ഉണ്ടാക്കുമ്പോൾ പോലും അതിന്റെ വാട്ടർ ലോഗിംഗ് ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കനാൽ സിസ്റ്റം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതൊക്കെ കാലക്രമേണ ആളുകളുടെ കയ്യേറ്റം മൂലവും പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ വിസ്തൃതി കുറഞ്ഞ് ചെറിയ കാണുകൾ പോലെ ആയിട്ടുണ്ട് പല പ്രദേശങ്ങളും. അപ്പൊ അത് റിജുവിനേറ്റ് ചെയ്തുകൊണ്ട് 16.5 മീറ്റർ വീതിയിൽ സ്റ്റാൻഡർഡൈസ് ചെയ്ത് അതിൽ കൂടി ബോട്ട് ഓടിക്കത്തക്ക രീതിയിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണ്, ഒരു DPR ആണ് KMRL കൊടുത്തത്. ആ കൊടുത്ത പ്ലാൻ അതേപോലെ നിൽക്കുകയാണ്. 1528 കോടിയുടെ ഈ പദ്ധതി പേപ്പറിലല്ലാതെ ഒരു ഇഞ്ച് അതിന് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടെ എടപ്പള്ളി തോടും ചങ്ങാടം പോക്ക് തോട്, ചിലവന്നൂർ കായല്, കോന്തുരുത്തി പുഴ, ചേവര പേരണ്ടൂർ കനാല്, മാർക്കറ്റ് കനാല്, മുല്ലശ്ശേരി കനാൽ, ഇങ്ങനെയുള്ള ഈ കനാലുകളുടെ റീജുവിനേഷൻ നടത്തി ആ കനാലുകൾ കൃത്യമായ രീതിയിൽ പരിപാലിച്ചാൽ മാത്രമേ നമുക്ക് ഈ വെള്ളക്കെട്ടിൽ കൊച്ചിക്ക് ഒരു ആശ്വാസം കിട്ടുള്ളൂ. മാത്രമല്ല ഇതിന്റെ ഔട്ടർ സൈഡിലുള്ള കായലും പുഴയും അവിടെ നിന്നുള്ള ചെളിയും വെക്കലും മാറ്റുകയും ചെയ്യണം. ഇത് രണ്ടും ചെയ്യാതെ ഒരു കാരണവശാലും ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ വഞ്ചി ഇറക്കല്ലാതെ, നേരത്തെ ജനാജ് പറഞ്ഞ പോലെ വഞ്ചി ഇറക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം ഈ നമ്മുടെ ഡിവിഷനുകളിലെ കാണുകൾ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ അല്ലെങ്കിൽ 70 സെന്റിമീറ്ററുള്ള കാണുകളിലല്ല ഈ വെള്ളം മുഴുവൻ പോകുന്നത്. വെള്ളം കായലിലേക്ക് പോകണമല്ലോ. കായലിലും പുഴയിലും ചെന്നിട്ട് പോകണമെങ്കിൽ ആ ടോപ്പോഗ്രഫി അനുസരിച്ചിട്ട് അതിന്റെ ഡെപ്ത് കറക്റ്റ് ആക്കണ്ടേ. പുറത്തേക്ക് ഒഴുകി പോകുന്ന ആ സംവിധാനങ്ങൾ മാത്രം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒഴുകി എത്തേണ്ട ഇടം കൂടെ ക്ലീൻ ചെയ്യണ്ടേ. അത് ഇതുവരെ ചെയ്തിട്ടില്ല. 2018 ശേഷം അത് ഈ സർക്കാരിന്റെ സമ്പൂർണ്ണമായ പരാജയം തന്നെയാണ്. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം ഒരു ദുരന്തം 2018 ദുരന്തം സർക്കാരിന്റെ വിജയമല്ലല്ലോ. ആ 2018 ദുരന്തം നമ്മൾ കൈകാര്യം ചെയ്ത് ആരെ കൈകാര്യം ചെയ്ത്? സിവിൽ സൊസൈറ്റിയാണ് കൈകാര്യം ചെയ്തത്. സന്നദ്ധ സംഘടനകളാണ് മുന്നിട്ട് വന്നത്. ജനം തന്നെത്താൻ ഇറങ്ങിയാണ് ആ കാര്യങ്ങൾ. ഇവിടെ ക്യാമ്പുകൾ തുടങ്ങിയതും ആദ്യഘട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് ഒപ്പം തന്നെ സിവിൽ സൊസൈറ്റി, ചെറുപ്പക്കാര്, യൂത്ത്, അങ്ങനെയുള്ള എല്ലാ മേഖലയിലുള്ള ആളുകള് നിരത്തിലിറങ്ങിയാണ് ക്യാമ്പുകൾ സജീവമാക്കിയതും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും ആളുകൾ ഇറങ്ങിയല്ലേ ചെയ്ത്. സർക്കാർ സംവിധാനം മാത്രമാണോ അത് ചെയ്തത്? അപ്പൊ ഇനിയും ഒരു ദുരന്തം വന്നാൽ നമ്മൾ കൈകാര്യം സർക്കാർ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ അതൊരു നമ്മളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ തന്നെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും അല്ല സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഏപ്രിൽ 16-നാണ്
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു മീറ്റിംഗ് വിളിച്ച് അതിനുശേഷം എന്ത് ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടായിട്ടുണ്ട്? ഇവരെന്ത് ഏകോപനമാണ് ചെയ്തിട്ടുള്ളത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ടോ ഫയർഫോഴ്സുമായിട്ടോ പോലീസുമായിട്ടോ സന്നദ്ധ സംഘടനകളുമായിട്ടോ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ടോ ഒരു ഏകോപനം ഉണ്ടാക്കി ഇത്തരത്തിലുള്ള ഒരു കറ്റാസ്ട്രോഫി വരാൻ സാധ്യതയുണ്ട്. 106% മൺസൂൺ നമുക്ക് പ്രതീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഫ്ലഡ് ലൈക്ക് സിറ്റുവേഷനിലേക്ക് വീണ്ടും നമ്മൾ ചെന്നെത്താനുള്ള സാധ്യതകൾ അധികമാണ്. അതുപോലെ പകർച്ചവ്യാധികൾ ഇപ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന ഈ സാമ്പിൾ മഴയിൽ പോലും ഉണ്ടായിരിക്കുന്ന ഈ ഫ്ലഡിങ്ങില് ഇനി നമുക്ക് കോളറ പോലെയുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകും. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രി പാരസെറ്റമോൾ പോലും ഇല്ല. അതാണ് സ്ഥിതി. പിന്നെ എന്ത് സംവിധാനമാണ് ഈ സർക്കാർ ഒരുക്കിയേക്കുന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ആശങ്കകളുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. പോയിട്ട് കാര്യമില്ലല്ലോ. ജയേന്ദ്ര മാഷ് ഈ സമയവും